ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 9ാം അനുവാദത്തിലെ 14ാമത്തെ മന്ത്രം വരെ വ്യാഖ്യാനിച്ചിരുന്നു. അതായത് 8ാമത്തെ അനുവാദത്തിലുള്ള മന്ത്രങ്ങളും 9ാമത്തെ അനുവാദത്തിലെ 14 വരെയുള്ള മന്ത്രങ്ങളും ഒറ്റ മന്ത്രമായി കണക്കാക്കി നിരന്തര ജപം 500 തവണ ജപിച്ചുള്ള മന്ത്രസിദ്ധി ലഭിക്കുമെന്നും പറഞ്ഞിരുന്നു. ഈ അതേ അനുവാദത്തിലുള്ള ബാക്കി മന്ത്രങ്ങൾ ബാക്കിയുള്ള 5 മന്ത്രങ്ങൾ അത് ഒറ്റ മന്ത്രമായിട്ട് കണക്കാക്കണം. അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. നമോ വക്കിരികേഭ്യോ ദേവാനാകും ഹൃദയേഭ്യോ നമോ വിക്ഷീണകേഭ്യോ നമോ വിജിനത്കേഭ്യോ നമ ആനഹതേഭ്യോ നമ ആമീവത്കേഭ്യ. 5 മന്ത്രങ്ങളുണ്ട് അതിൽ. ഇത് ഒറ്റ സെറ്റ് മന്ത്രമായിട്ടാണ്, ഒറ്റ മന്ത്രമായിട്ട് കണക്കാക്കിയിട്ട് വേണം സാധന ചെയ്യാനായിട്ടൊക്കെ. ഇതിന് ഓരോന്നുണ്ട് വ്യാഖ്യാനം പറയാം. നമോ വക്കിരികേഭ്യോ ദേവാനാകും ഹൃദയേഭ്യ. നമോ നമഃ ആർക്കായിക്കൊണ്ട്, വഹ യുഷ്മഭ്യം തുഭ്യം നിനക്കായിക്കൊണ്ട്, യുഷ്മഭ്യം നിങ്ങൾക്കായിക്കൊണ്ട്. അവിടെ ഭക്തൻ നമസ്കാരം അർപ്പിക്കണം ആർക്കായിക്കൊണ്ട്. രുദ്രഗണായ രുദ്രഗണേഭ്യ രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണ്. എന്താണ്? നമോവ കിരികേഭ്യ. കിരതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വേച്ഛയാ നാശയതി, സ്വന്തം ഇഷ്ടപ്രകാരം യാതൊരു തടസ്സവുമില്ലാതെ, തടസ്സം വിനാ നാശയതി, സ്വന്തം ഇഷ്ടപ്രകാരം നശിപ്പിക്കുന്നത്. ശ്രീരുദ്രൻ ശ്രീ പരമേശ്വരന് നശിപ്പിക്കാൻ തോന്നിയാൽ നശിപ്പിക്കാൻ കഴിവുണ്ട്, സൃഷ്ടിക്കാൻ തോന്നിയാൽ സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന് നമുക്കറിയാം. പ്രപഞ്ചശക്തിയാണ്, സുപ്രീം പവർ. ശ്രീരുദ്രൻ അഥവാ ശ്രീ പരമേശ്വരൻ പ്രപഞ്ചശക്തിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത്യാദയ ഇതെല്ലാം തന്നെ രുദ്രഹയവ ശ്രീ രുദ്രഹയവ കരോതി, രുദ്രൻ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമോ വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിക്കൊണ്ട്, പ്ലൂറലാണ്, ബഹുവചനമാണ്. ആർക്കായിക്കൊണ്ട്? നമോ വ രുദ്രഗണ ഇവിടെ രുദ്രഗണങ്ങളെയാണ്, രുദ്രഗണങ്ങളെയാണ് ഇവിടെ നിങ്ങൾ എന്നതുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. നിങ്ങൾ രുദ്രഗണങ്ങൾ അഥവാ സകല സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന രുദ്ര തേജസ്, രുദ്രശക്തി എന്ന് പറഞ്ഞത്. ഈ രുദ്രഗണങ്ങൾ എന്ന് പറയുന്നതും എന്തു തന്നെയാണ്? രുദ്രശക്തി. രുദ്രഗണ അപി രുദ്രശക്തി ഏവ, രുദ്രൻ്റെ ശക്തി തന്നെയാണ്. രുദ്രസ്യ തേജഃ ഏവ, രുദ്രൻ്റെ തേജസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ രുദ്രഗണങ്ങൾ അഥവാ രുദ്രന്മാർ എന്ന് നമുക്ക് പറയാം. അനേക രുദ്രന്മാരായിട്ടുള്ളത് സങ്കല്പം. അതിവിടെ രുദ്രഗണങ്ങളാണ്. അതാ സകലത്തിലും അതായത് കാണാൻ കഴിയുന്നതും, അതായത് ദൃശ്യശക്തികൾ അല്ലെങ്കിൽ ദൃശ്യസാധനാനി അല്ലെങ്കിൽ ദൃശ്യവസ്തുവിനി പിന്നെ അദൃശ്യവസ്തുവിനി, ഇതിലെല്ലാം തന്നെ എന്തു തന്നെയാണ്? രുദ്ര ചൈതന്യം തന്നെയാണ് കുടികൊള്ളുന്നത്. രുദ്രസ്യ ശക്തിക്ക് ഏവത്തിഷ്ഠതി നമ്മൾ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കിരതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വേച്ഛയാ നാശയതി ഇതി, സ്വന്തം ഇഷ്ടപ്രകാരം നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. രുദ്രഹ അഥവാ രുദ്രഗണാൻ എന്തു ചെയ്യുന്നു? സ്വേച്ഛയാ നാശയതി, ആരെ നശിപ്പിക്കുന്നു? അധർമ്മിഷ്ഠാൻ സംഹരതി. എന്തിനു വേണ്ടിയിട്ട്? ധർമ്മിഷ്ഠാൻ രക്ഷിതും, ധർമ്മികളെ സജ്ജനാൻ രക്ഷിതും, അഥവാ സജ്ജനസ്യ രക്ഷണാർത്ഥം, സജ്ജനങ്ങളുടെ രക്ഷയ്ക്കായി, സജ്ജനസ്യ രക്ഷണാർത്ഥം, ഭക്തസ്യ ഭക്തൻ്റെ ഭക്താനാം ഭക്തന്മാരുടെ
രക്ഷണാർത്ഥം അധർമ്മിഷ്ടാൻ സംഹരതി രുദ്രഹ. അധർമ്മികളെ രുദ്രൻ എന്തു ചെയ്യുന്നു? ശ്രീരുദ്രൻ നശിപ്പിക്കുന്നു. അപ്പോൾ അവിടെ യാതൊരു തടസ്സവുമില്ല. സംഹാരമധ്യേ തടസ്സങ്ങളിൽ ഒന്നും തന്നെ എന്നാ തടസ്സം അസ്തി, തടസ്സമൊന്നുമില്ല, ഒരു തടസ്സവുമില്ല. അപ്പോൾ സ്വേച്ഛയാ നാശയതി. ഇവിടെ രുദ്രഗണ എന്നുള്ള അനേക രുദ്രന്മാർ, അതായത് രുദ്രഗണങ്ങൾ സകല സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പാപികളുടെ സംഹാരാർത്ഥം, പാപിനാം ദണ്ഡനാർത്ഥം, പാപികളെ ദണ്ഡിക്കുന്നതിനായിട്ട്, പീഡനാർത്ഥം, ശിക്ഷിക്കുന്നതിനായിട്ട് പറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇവിടെ കിരതി എന്ന് പറയുന്നത് സ്വേച്ഛയ നാശയതി. അപ്പോൾ കിരികഹ എന്ന് പറഞ്ഞാൽ കിരതി കിരികഹ, അങ്ങനെ കിരതി ചെയ്യാൻ കഴിയുന്നുണ്ട്. യഹ സ്വേച്ഛയ സംഹരതി പീഡയതി നാശയതി സഹ ഏവ കിരികഹ. കിരികാഹ എന്ന് പറയുകയാണെങ്കിൽ പ്ലൂറൽ, യഥേഷ്ടം സ്വന്തം ഇഷ്ടപ്രകാരം നശിപ്പിക്കുന്നതിന് കഴിവുള്ളവർ ആരോ അവർ, അതുകൂടെ രുദ്രഗണങ്ങളാണ്. തസ്മൈ രുദ്രായ നമഃ. അപ്പോൾ തുഭ്യം നമഃ, നിങ്ങൾക്കാണ്. അല്ലയോ രുദ്രഗണങ്ങളെ, ഹേ രുദ്രഗണാഹ തുഭ്യം നമഃ. അല്ലയോ രുദ്രന്മാരെ, ഹേ രുദ്ര, തുഭ്യം നമഃ, അങ്ങേക്കായിക്കൊണ്ട്, നിങ്ങൾക്കായിക്കൊണ്ട്. അഹം നമസ്കാരാൻ സമർപ്പയാമി, ഞാൻ നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. നമോ നമഃ. വഹ തുഭ്യം യുഷ്മഭ്യം, നിങ്ങൾക്കായിക്കൊണ്ട്. തുഭ്യം എന്ന് വെച്ചാൽ ഏകവചനം, നിനക്കായിക്കൊണ്ട്. യുഷ്മഭ്യം, നിങ്ങൾക്കായിക്കൊണ്ട്. ഹേ രുദ്രന്മാരെ, ഹേ രുദ്രഗണങ്ങളെ, നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? കിരികാഹ യഥേഷ്ടം സ്വേച്ഛയാ യൂയം മാരയതി ശത്രുൻ മാരയതി. നിങ്ങൾ യൂയം ശത്രുൻ മാരയതി, ശത്രുക്കളെ കൊന്നൊടുക്കുന്നു. അഥവാ ദണ്ഡനം കരോതി, ശത്രുണാം ദണ്ഡനം കരോതി. അല്ലെ രുദ്രഗണങ്ങളെ, നിങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. കിരികാഹ സ്വേച്ഛയാ നാശയതി. എന്നിട്ടോ നമോവ കിരികേഭ്യോ, കിരികാന്മാരായ അഥവാ രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട്, സ്വേച്ഛയാ നശിപ്പിക്കാൻ കഴിവുള്ള രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട്, കിരികേഭ്യഃ നമഃ. സ്വേച്ഛയാ നാശം അഥവാ സംഹാരം അഥവാ ശിക്ഷ കൊടുക്കാനായിട്ട് കഴിവുള്ള അല്ലയോ രുദ്രഗണങ്ങളെ, വഹ യുഷ്മഭ്യം നമഃ, നിങ്ങൾക്കാണ് നമസ്കാരം. നമോ വാ കിരികേഭ്യോ ദേവാനാകും ഹൃദയേഭ്യഃ. ദേവാനാകും എന്ന് പറഞ്ഞാൽ ദേവാനാം ഹൃദയേഭ്യഃ, ഹൃദയത്തിലിരിക്കും, ദേവന്മാരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവരും എന്ന് പറഞ്ഞാൽ സർവദാ ദേവാഹ രുദ്രാൻ അഥവാ രുദ്രഗണാൻ, അല്ലെങ്കിൽ ശ്രീപരമേശ്വരനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അഥവാ അവർ ധ്യായന്തി, ശ്രീരുദ്രനെ ധ്യാനിക്കുന്നു എപ്പോഴും സർവദാ. അതുകൊണ്ടാണ് ദേവാനം ഹൃദയേഭ്യഃ, ദേവന്മാരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നവ ആയിക്കൊണ്ട്, ദേവന്മാരുടെ എല്ലാം ഹൃദയത്തിൽ വസിക്കുന്നവനും സഹ രുദ്രഃ അഥവാ രുദ്രഗണാഃ ദേവാനാം ഹൃദയേ, ദേവന്മാരുടെ ഹൃദയത്തിൽ
നിവസതി. നിവസതി താമസിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു, തിഷ്ഠതി. ദേവന്മാരുടെ ഹൃദയത്തിൽ എപ്പോഴും ശ്രീരുദ്രൻ അഥവാ രുദ്രഗണങ്ങൾ അഥവാ ശ്രീരുദ്രൻ രുദ്രഗണങ്ങളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ്. അപ്പോൾ അല്ലയോ ഇവിടെ എന്താ, നമോ വ കിരികേഭ്യോ, ഇഷ്ടപ്രകാരം ദുഷ്ടന്മാരെ, കിരികേഭ്യ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം ശിക്ഷിക്കാൻ കഴിവുള്ളവരെന്നർത്ഥം, നശിപ്പിക്കാൻ കഴിവുള്ളവർ, സംഹരിക്കാൻ കഴിവുള്ളവരാ. ആരെയാണ് നശിപ്പിക്കുന്നത്? ശത്രുക്കളെ മാത്രമാണ്, അതായത് അധർമ്മികളെ മാത്രമാണ് ഇവിടെ രുദ്രഗണങ്ങൾ അഥവാ ശ്രീരുദ്രൻ നശിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ശിഷ്ടാനാം രക്ഷണാർത്ഥം, ശിഷ്ടന്മാരുടെ സജ്ജനാനാം രക്ഷണാർത്ഥം. ആ രുദ്രൻ അഥവാ ഈ രുദ്രഗണങ്ങൾ മാറി തന്നെയാണ്. രുദ്രഗണം എന്ന് പറയുമ്പോൾ രുദ്രൻ്റെ തേജസ് തന്നെയാണ്. അപ്പോൾ ആ രുദ്രഗണങ്ങൾ എവിടെ വസിക്കുന്നു? ദേവന്മാരുടെ മനസ്സിൽ വസിക്കുന്നു. എല്ലാ സ്ഥലത്തും, സർവത്ര, സർവത, എല്ലായിടത്തും, സർവത, എല്ലായ്പ്പോഴും ഈ രുദ്രഗണങ്ങൾ, ഈ രുദ്രഗണാഹ എന്തു ചെയ്യുന്നു? തിഷ്ഠതി, ഇരിക്കുന്നു, വസതി, നിവസതി. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പറയും, പ്രത്യേകിച്ചും ആരുടെ ഹൃദയത്തിലിരിക്കുന്നു പറഞ്ഞാൽ ദേവന്മാരുടെ ഹൃദയത്തിലിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് മാത്രമേ ശ്രീ പരമേശ്വരനെ അല്ലെങ്കിൽ ഈ രുദ്രഗണങ്ങളെ കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ടും സാധിക്കുകയുള്ളൂ എന്നർത്ഥം. അതുകൊണ്ടാണ് ദേവാനം ഹൃദയഭ്യഹ എന്ന് പറയാനുള്ള കാരണം. ദേവന്മാരുടെ ഹൃദയത്തിലെല്ലാം ആര് തന്നെ ഉണ്ട്? ശ്രീ രുദ്രഹേവ തിഷ്ഠതി എന്ന് കണ്ടു. അപ്പോൾ എല്ലാവരുടേതിലും ഉണ്ട്, അതാണ് അതിൻ്റെ കാര്യം. പക്ഷേ ഈ ദേവന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് ശ്രീരുദ്രനെ മനസ്സിലാക്കാനായിട്ടും ദേവാഹ ശ്രീരുദ്രൻ ശ്രീ പരമേശ്വരൻ ജ്ഞാതും ശക്നുവന്തി കഴിയുന്നവർക്ക്, അവർക്ക് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യന്മാരായിട്ട് നമുക്ക് കഴിയില്ല. ന ശക്നോതി ന ശക്നുമഹ. ശ്രീ പരമേശ്വരൻ ജ്ഞാതും, ശ്രീ പരമേശ്വരനെ അറിയാനായിട്ട് മനുഷ്യ വയം ന ശക്നുമഹ, വയം ന ശക്നുമഹ, നമ്മൾ ശക്തരല്ല എന്നുള്ളതാണ്. പക്ഷെ ദേവന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേവാഹ ശ്രീ പരമേശ്വരൻ ജ്ഞാതും ശക്നുവന്തി, അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദേവാനാം ഹൃദയേ രുദ്രഹേവ തിഷ്ഠതി, ദേവാനാം ഹൃദയെ, ദേവന്മാരുടെ ഹൃദയത്തിൽ രുദ്രഹ തിഷ്ഠതി, രുദ്രൻ ഇരിക്കുന്നു. അത് ദേവന്മാർക്ക് എന്താണ്? ജ്ഞാതും ശക്നുവന്തി, അറിയാനായിട്ട് അഥവാ ശ്രീരുദ്രൻ ഉള്ളതായിട്ട് അതിനെ ഫീൽ ചെയ്യാനായിട്ട്, അറിയുന്നതിനായിട്ട് ദേവാഹ ശക്നുവന്തി, അവർക്കതിന് കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദേവാനാകും ഹൃദയഭ്യഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേവാനാം ഹൃദയെ രുദ്രഹ തിഷ്ഠതി എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമോ വാക്കിരികേഭ്യോ ദേവാനാകും ഹൃദയേഭ്യഹ, ദേവാനാം ചൊല്ലുന്ന ദേവാനാകും ഹൃദയേഭ്യഹ, ഹൃദയത്തിൽ വസിക്കുന്നവരും, ദേവന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവരും, അതുപോലെ സ്വേച്ഛ യഥേഷ്ടം ഇഷ്ടപ്രകാരം സംഹാരം നടത്തുന്നതിനും ശിക്ഷിക്കുന്നതിനും കഴിവുള്ളവരുമായ രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട്, അല്ലെങ്കിൽ രുദ്രഗണങ്ങളെ വഹ തുഭ്യം യുഷ്മഭ്യം നിങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം എന്നത്. ഇനി അടുത്ത മന്ത്രത്തിലും എന്ത് ചെയ്യണം? നമോ വീക്ഷീണകേഭ്യോ. ഇപ്പോൾ ചൊല്ലുന്ന അവസരത്തിൽ നമോ വീക്ഷീണകേഭ്യോ, നമോ വിജ്ഞനക്കേഭ്യോ, നമ അനഹതേഭ്യോ, നമാമി വദ്കേഭ്യഹ എന്ന് പറഞ്ഞു. ഈ ഓരോ മന്ത്രത്തിലും ഏത് അന്വയിക്കണം? ദേവാനാകും ഹൃദയേഭ്യഹ എന്നുള്ളത്. ദേവാനാകും ഹൃദയേഭ്യഹ, അതായത് നമോ. ഇനി അടുത്ത മന്ത്രം 15-ാമത്തെ, ഇപ്പോൾ നമോ വാക്കിരികേഭ്യോ ദേവാനാകും ഹൃദയേഭ്യഹ. ഇനി 16-ാമത്തെ മന്ത്രം നമോ വീക്ഷീണകേഭ്യോ. ആ മന്ത്രത്തിനോട് കൂടെയും അർത്ഥം പറയുമ്പോൾ ഇത് ചേർത്ത് പറയണം. നമോ വീക്ഷീണകേഭ്യോ, വീക്ഷീണകേഭ്യഹ, നമോ നമഃ വീക്ഷീണകേഭ്യഹ.
എന്താണ് വിക്ഷീണഗേഭ്യൻ? ക്ഷീണം എന്ന് പറഞ്ഞ നാശം, വിക്ഷീണം നാശമില്ലാത്തത്. അപ്പം നാശമറ്റവരാണ്. നാശരഹിത ആര്? രുദ്രഗണാൻ രുദ്രഗണാ നാശരഹിതാ. രുദ്രഗണാ അഥവാ രുദ്രഗണ നാശരഹിത. രുദ്രഗണാ നാശരഹിതാ. പ്ലൂറലാകുമ്പോൾ ഗണം എന്ന് പറഞ്ഞാലും പ്ലൂറൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമോ വിക്ഷീണകേഭ്യ, നമോ വിക്ഷീണകേഭ്യ, ക്ഷീണം തട്ടാത്തവർ, നാശരഹിത. അപ്പം നാശരഹിതന്മാരും ആര്? രുദ്രഗണങ്ങൾ. അപ്പോൾ ഇവിടെ ശ്രീരുദ്രൻ്റെ അംശം തന്നെയുള്ള രുദ്രഗണാഹ അവർ. നമോ വിക്ഷീണകേഭ്യോ, ക്ഷീണമേൽക്കാത്തവർ, നാശമേൽക്കാത്തവർ, വിക്ഷീണകേഭ്യ. അപ്പോൾ വിക്ഷീണന്മാരായിട്ടുള്ള, നാശമില്ലാത്തവരായിട്ടുള്ള അവർക്കായിക്കൊണ്ട് നമഃ, നമോ വിക്ഷീണകേഭ്യ, വിക്ഷീണന്മാർക്ക്, ക്ഷീണമേൽക്കാത്തവരായിക്കൊണ്ട്, നാശമില്ലാത്തവരായ രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. അതിനുകൂടെ തന്നെ എന്തുകൂടെ പറയണം? അവരെവിടെയാണുള്ളത്? ദേവാനാകും ഹൃദയേഭ്യ, ദേവന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവരും നാശമില്ലാത്തവരുമായിട്ടുള്ള രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. അവിടെ രുദ്രഗണങ്ങൾ എന്ന് പറയേണ്ട കാരണം അവിടെ നമോ വഹ കിരിയേഭ്യോ, നമോ വഹ കിരിയേഭ്യോ. അപ്പോൾ വഹ എന്ന് പറഞ്ഞാൽ യുഷ്മ നിങ്ങൾക്കായിക്കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് രുദ്രഗണം എന്നിവിടെ പറയുന്നത്. ഗണങ്ങൾ കൂട്ടം. അപ്പോൾ അനേക രുദ്രഗണങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൽ വസിക്കുന്നവരാണ്. ആരുടെ? ദേവന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നു പറയുന്നത് ദേവന്മാർക്ക് മനസ്സിലാക്കാനായിട്ട്. കാരണം ദേവന്മാർ എപ്പോഴും ശ്രീരുദ്രനെ ധ്യാനിക്കുന്നു. സർവേശ്വരനായിട്ടുള്ള, സകല ചരാചരങ്ങൾക്കും അധിപതിയായിട്ടുള്ള, സൃഷ്ടിസ്ഥിതി സംഹാര ഹേതുവായിട്ടുള്ള ശ്രീരുദ്രനെ മനസ്സിൽ ആര് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ദേവന്മാർക്ക് അതറിയാനും സാധിക്കും. എന്നാൽ മനുഷ്യന്മാർക്ക് സാധ്യമല്ല എന്നർത്ഥം. അപ്പോൾ നമോ വിക്ഷീണകേഭ്യോ, ക്ഷീണമേൽക്കാത്തവരായിക്കൊണ്ട്. ക്ഷീണം നാശം, വിക്ഷീണം അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്, എതിർപദം, നാശമില്ലാത്തവർ. അപ്പോൾ നാശമില്ലാത്തവരായിരിക്കുന്നവരും ദേവാനം ഹൃദയേഭ്യ, ദേവന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവരുമായ രുദ്രന്മാർക്കായിട്ട്, അതായത് രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട് നമോ നമഃ. പിന്നെയുള്ളത് നമോ വിജിന്നത് കേഭ്യ, നമോ വിജിന്നത് കേഭ്യ. നമ്മൾ ഒന്നിച്ച് ചൊല്ലുമ്പോൾ വിജിന്നത് കേഭ്യോ എന്ന് പറയും. അതൊന്ന് ചൊല്ലാം. നമോ വിജിന്നത് കേഭ്യ, എന്താണ്? വിജിന്വത് കേഭ്യ. ചിനോതി തിരഞ്ഞെടുക്കുക എന്നർത്ഥം. നല്ലതേത് ചീത്തയേതെന്ന് മാറ്റി നിർത്തുക, അതാണ് തിരഞ്ഞ് എടുക്കുക എന്നർത്ഥം. ഇപ്പോൾ വിജിന്വതി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക എന്നാണ്. ഇപ്പോൾ വിജിന്വത് കേഭ്യ. ഇപ്പോൾ വിജിന്വത് യഹ ചിനോതി, ആര് തിരഞ്ഞെടുക്കുന്നുവോ, അല്ലെങ്കിൽ നല്ലത് ഏത് ചീത്ത ഏത് എന്ന് തരംതിരിച്ച് മാറ്റുന്നുവോ, അതാണ് ചിനോതി എന്ന് പറയുന്നത്. അപ്പോൾ വിജിനത്കാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലത് ചീത്ത തിരയുന്നവർ. ഇവിടെ എന്തിനെയാണ് തിരയുന്നത്? ആരാണ് സജ്ജനങ്ങൾ, ആരാണ് ധർമ്മിഷ്ഠാൻ, ആരാണ് അധർമ്മിഷ്ഠാൻ, അധർമ്മികളാര്, ധർമ്മികളാര്, ഇങ്ങനത്തെ തിരഞ്ഞെടുക്കുന്നവർ, ഇങ്ങനെ വകഞ്ഞു മാറ്റുന്നവർ ആരാണ്? രുദ്രഗണാഹ. അതാണ് വിജിന്നോത്കാഹ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നവർ. ശരി തെറ്റ്, അധർമ്മം ധർമ്മം, ദുഷ്ടൻ അതുപോലെ സത്വഗുണം ഉള്ളവൻ, ദുഷ്ടൻ ശിഷ്ടൻ. എന്തിനു വേണ്ട അങ്ങനെ തിരയുന്നത്? ദുഷ്ടാനാം സംഹാരാർത്ഥം, ശിഷ്ടാനാം
ഇങ്ങനെ ദുഷ്ടന്മാരായിട്ടും ശിഷ്ടന്മാരായിട്ടും വകതിരിച്ച് വെക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ദുഷ്ടാനാം ശിക്ഷണാർത്ഥം അല്ലെങ്കിൽ സംഹാരാർത്ഥം, സജ്ജനാനാം രക്ഷണാർത്ഥം, സജ്ജനങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ടും ദുർജനങ്ങളുടെ ദുഷ്ടന്മാരുടെ ദുഷ്ടാനാം സംഹാരാർത്ഥം, ദണ്ഡനാർത്ഥം, ദണ്ഡിപ്പിക്കുന്നതിനായിട്ടും ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ വകതിരിക്കുന്നത്. ശരി, നല്ലവരേത് ചീത്തയേതെന്ന് ചിനോതി തിരഞ്ഞെടുക്കുന്നത്. അതാണ് വിജിന്നത്കാഹ, ഇങ്ങനെ തിരഞ്ഞ് മാറ്റുന്നവർ. ധർമ്മിയേത് അധർമ്മിയേത്, ദുഷ്ടനേത് ശിഷ്ടനേത്, ഇങ്ങനെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ വിജിന്നത്കാഹ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെയുള്ളവരാണ് ഇങ്ങനെ ചിനോതി, ഇങ്ങനെ സെലക്ട് ചെയ്യുന്നവരെ, വകതിരിച്ച് മാറ്റുന്നവർ ആയ രുദ്രഗണങ്ങൾ, മാറ്റുന്നവരായ രുദ്രഗണങ്ങൾ. അവരെന്ത് ചെയ്യുന്നു? രുദ്രഗണ ഭക്താൻ ലോകത്തിൽ ഭക്താൻ അഭക്താൻ ഇതി ചിന്വന്തി. രുദ്രഗണ എന്ത് ചെയ്യുന്നു? ലോകത്തിൽ ഭക്താൻ അതുപോലെ തന്നെ അഭക്താൻ ഇത് ഇപ്രകാരം എന്ന രീതിയിൽ ചിന്വന്തി എന്ന പ്ലൂറൽ ചിന്വന്തി. രുദ്രഗണാഹ എന്ന് പറഞ്ഞതുകൊണ്ട് പ്ലൂറലായതുകൊണ്ട് വെറും ചിന്വന്തി, ഇങ്ങനെ വകതിരിഞ്ഞ് മാറ്റുന്നു എന്നുള്ളത് പ്ലൂറലിൽ തന്നെ പറയുന്നു. അപ്പോൾ രുദ്രഗണങ്ങൾ അഥവാ വിജിനത്കാഹ, അവർ വിജിനത്കാഹ ആണ്. ഈ വിജിനത്കാഹ ആയവർക്കായിക്കൊണ്ട് നമസ്കാരം എന്നുള്ളതാണ്. എങ്ങനെ വിജിനത്കാഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതേത് ചീത്തയ, ധർമ്മിഷ്ഠൻ ആരാണ്, അധർമ്മി ആരാണ്, ദുഷ്ടൻ ആരാണ്, ശിഷ്ടനാണെന്ന് ഇങ്ങനെ വകതിരിഞ്ഞിട്ട് അങ്ങനെ ചിന്വന്തി, അങ്ങനെ വക മാറ്റി നിർത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ധർമ്മിഷ്ഠാൻ രക്ഷന്തി അധർമ്മിഷ്ഠാൻ സംഹരന്തി. അധർമ്മികളെ സംഹരിക്കുന്നു, ശിഷ്ടന്മാരെ രക്ഷിക്കുന്നു. അത്തരത്തിലുള്ള ഇങ്ങനെ വകതിരിച്ച് നിർത്തുന്ന, ഏത് നല്ല ചീത്തയായിട്ട് വകതിരിച്ച് നിർത്തുന്ന ചിനോതി തിരഞ്ഞെടുക്കുന്ന വിജിന്വത്കാഹ, ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നവരായിക്കൊണ്ട്. അപ്പോൾ നമോ നമഃ വിജിന്നോത്കേഭ്യ, ഈ ചിനോതി, ഈ വകമാറ്റി ഇരിക്കുന്നവർക്കായിക്കൊണ്ട് നല്ലത് അത് ചീത്തയും തരംതിരിക്കുന്നവരായ, അതിനാണ് വിജിന്നോത്കാഹ എന്ന് പറയുന്നത്. യഹ ചിനോതി ധർമ്മിഷ്ഠാൻ അധർമ്മിഷ്ഠാൻ. അപ്പോൾ ഇങ്ങനെ തരംതിരിക്കുന്നവരായിക്കൊണ്ട് നമസ്കാരം നടത്തണം. അതാണ് നമോ വിജിന്നോത്കേഭ്യ, ഇങ്ങനെ നല്ലത് ചീത്ത തരംതിരിക്കുന്നവരായിക്കൊണ്ട്, തരംതിരിക്കുന്ന രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. അതിനുകൂടെ തന്നെ ഇവിടെ എന്താണ്? ദേവാനാകും ഹൃദയഭിക, ദേവന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവരും നല്ലതും ചീത്തയെയും വകതിരിച്ച് മാറ്റുന്ന വിജിന്നത്കേഭ്യ, അത്തരത്തിലുള്ളവരായിക്കൊണ്ട് നമസ്കാരം. പിന്നെ അടുത്ത മന്ത്രം 18-ാമത്തെ. നമ ആനിർഹതേഭ്യ. ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, ആനിർഹതേഭ്യ, ആനിർഹതഃ, ഹതഃ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ട, ഹനനം ഹന്തി കൊല്ലപ്പെടുക, ഹന്തി കൊല്ലുക, സംഹാരം കരോതി, ഹനനം കൊല, ഇല്ലായ്മ ചെയ്യുക. അപ്പം ഹതഹ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൊല്ലപ്പെട്ട, നിർഹതക കൊല്ലപ്പെടാത്തവർ, നിർഹതക ഓപ്പോസിറ്റ് വേർഡ്, എതിർപ്പത കൊല്ലപ്പെടാത്തവരായിട്ടുള്ളവർ. അത് ആരാലും ആക്രമിച്ച് കീഴടക്കാൻ പറ്റാത്ത ആര്, എപ്പോഴും ആനിർഹതേഭ്യ. ആനിർഹതഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർഹതഹ കൊല്ലപ്പെടാത്തവർ,
ആനിർഹത എല്ലായ്പ്പോഴും കൊല്ലപ്പെടാത്തവരായിട്ട് ആരാണുള്ളിവിടെ? രുദ്രഗണങ്ങളാണ്. നാശമില്ലാത്തവർ, ആരാലും ജയിക്കാൻ പറ്റാത്തവരായിട്ട്, ആരാലും കൊല്ലപ്പെടാൻ പറ്റാത്തവർ, ആരാലും ജയിക്കാൻ പറ്റാത്തവരായിട്ട് എന്ന് പറഞ്ഞത് രുദ്രമൂർത്തികളാണ്. രുദ്രമൂർത്തികളെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ശ്രീരുദ്രാംശമാണത്. ശ്രീരുദ്രൻ പരമപുരുഷനാണ്. രുദ്രൻ സൃഷ്ടിസ്ഥിതി സംഹാര ഹേതുവാണ്. അപ്പോൾ അത്തരത്തിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാശമില്ലാത്തതാണ്, നാശരഹിതരാണ്. അപ്പോൾ ആരാലും വധിക്കപ്പെടാൻ കഴിയാത്തവർ, നശിപ്പിക്കപ്പെടാൻ പറ്റാത്തവരായിട്ടുള്ളവരും ദേവന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവരുമായ രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട് വിഷ്ണുഭ്യം നമഃ, ഹേ രുദ്രഗണ വിഷ്ണുഭ്യം നമഃ, നിങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. വേറെ വ്യാഖ്യാനമുണ്ട് അതിന്. ആനിർഹത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യത് മര്യാദയാ ക്രിയതേ യച്ഛ നിശ്ചിതമേവം ക്രിയതേ തത് ആനിർഹതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യാഖ്യാനം കാണുന്നത്, ആര് പീഡനം ചെയ്യുന്നുവോ, അതവിടെ ദുഷ്ടന്മാരെ പീഡിപ്പിക്കുന്നവർ, ശിക്ഷിക്കുന്നവർ, സംഹാരം കരോതി സംഹരിക്കുന്നവരായിക്കൊണ്ടുള്ളവരും, അത് യത് മര്യാദയാ എന്നാണ് നിയമപ്രകാരം, പ്രകൃതി നിയമപ്രകാരം പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഷ്ടന്മാരാണെങ്കിൽ ദുഷ്ടന്മാർക്ക് ശിക്ഷ, ശിഷ്ടന്മാർക്കാണെങ്കിൽ ശിഷ്ടന്മാർക്ക് അനുഗ്രഹം എന്ന രീതിയിൽ. അപ്പോൾ നീതിപ്രകാരം മര്യാദയാ, അവർ നിശ്ചിതമേവ നിശ്ചയിക്കപ്പെട്ടതും, നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിന് മാറ്റമില്ല, അങ്ങനെ നിശ്ചയിക്കപ്പെട്ടതുമായ വസ്തുക്കളെ കൃത്യമായിട്ട് ചെയ്യുന്നവരായ രുദ്രഗണങ്ങൾ എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഹതേഭ്യ, ഹതഹ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുക, കൊല്ലപ്പെട്ട, നിർഹതഹ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടാത്ത, ആനിർഹതഹ എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും കൊല്ലപ്പെടാത്ത എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊല്ലപ്പെടാത്ത അഥവാ പരാജയപ്പെടുത്താൻ പറ്റാത്ത അവരാണ് രുദ്രഗണങ്ങൾ എന്ന് പറയുന്നത്. രുദ്രശക്തിക്ക് ഏവ തിഷ്ഠതി പ്രപഞ്ചത്തിൽ രുദ്രൻ്റെ ശക്തി മാത്രം തന്നെയാണ് ഇരിക്കുന്നത്. പരമപുരുഷനാണ്. രുദ്രഗണങ്ങൾ എന്നൊരു രുദ്രാംശം തന്നെയാണത്, അഥവാ രുദ്രന്മാർ എന്നും വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള രുദ്രഗണങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. എന്നാൽ അവർ വിചാരിച്ചാലോ സ്വേച്ഛയാ നാശയതും, ഇവൻ പ്രപഞ്ചമപി സ്വേച്ഛയാ നാശയതും ശക്നുവന്തി, കഴിവുള്ളവരാണ് രുദ്രഗണങ്ങൾ. പരംപുരുഷൻ്റെ അവതാരങ്ങൾ അഥവാ തേജസ് തന്നെയാണ്, പ്രഭാവം തന്നെയാണ്, ശക്തിവിശേഷം തന്നെയാണ് രുദ്രഗണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അനേക രുദ്രന്മാരാണ്. അപ്പോൾ നമ ആനിർഹദേവിഹ എന്ന് പറഞ്ഞാൽ ആർക്കായിക്കും നമസ്കാരം? ആരാലും വധിക്കപ്പെടാനായിട്ടോ തോൽപ്പിക്കപ്പെടാനായിട്ടോ കഴിയപ്പെടാത്തവരായിട്ടുള്ള രുദ്രന്മാർക്കായിക്കൊണ്ട്, രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട് അഹം നമസ്കാരാൻ സമർപ്പയാമി, ഞാൻ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു എന്ന്. ദേവാനാകും ഹൃദയേഭ്യ, ദേവന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവരുമായ രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. ദേവാന ഹൃദയേഭ്യ ഓരോ മന്ത്രനോടൊപ്പം ചേർത്ത് പറയണം. അടുത്തത് 19ാമത്തത് നമ ആമീവത്കേഭ്യഃ, നമ ആമീവത്കേഭ്യഃ, നമഃ ആർക്കായിക്കൊണ്ട്? ആമീവത്കഃ, ആമീവത്കഃ എന്ന് പറഞ്ഞെങ്കിൽ സമന്താത് വിജൃംഭമാണഃ, സമന്താത് വിജൃംഭമാണഃ, വിജൃംഭമാണഃ എന്ന് പറഞ്ഞാൽ വായും പൊളിച്ച് നിൽക്കുന്ന അർത്ഥമാണ്. ഈ രുദ്രഗണങ്ങളെല്ലാം അങ്ങനെ വായ പൊളിച്ച് നിൽക്കുകയാണ്. എന്തിന്? ശത്രുവിനക്കളെയൊക്കെ അങ്ങനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട്. അതാണ് പറയാം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നശിപ്പിക്കാൻ, കൊന്നു തിന്നാനായിട്ട് എന്നർത്ഥം.
കൊല്ലുന്നതിനായിട്ട്, സംഹരിക്കുന്നതിനായിട്ട് എന്ന അർത്ഥമെടുത്താൽ മതി. സമന്താത് സർവദാ, സർവത്ര, സമന്താത് സർവത്ര, സർവത്ര സർവദാ, എല്ലാ സ്ഥലത്തും, ലോകേ സർവത്ര സർവദാ, പ്രപഞ്ചേ സർവത്ര സർവദാ, ഈ പ്രപഞ്ചത്തിൽ സർവത്ര എല്ലായിടത്തും, സർവദാ എല്ലായ്പ്പോഴും. രുദ്രഗണങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? വിജൃംഭമാണ, വായം വിളിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതിനു വേണ്ടി ശത്രുക്കളെ വിഴുങ്ങുന്നതിനായിട്ടെന്നർത്ഥം, ശത്രു സംഹാരം ചെയ്യുന്നതിനായിട്ടെന്നർത്ഥം. അപ്പോൾ നമ്മ ആമീവത് കേഭ്യ, ആമീവത് കേഭ്യ, മീവ ആമീവ, മീവത് മീവ, മീവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹ സഞ്ചരതി, മീവഹ, മീവ ചരതി, ചരിക്കുന്നത്, ചര് അഥവാ സഞ്ചര്, സഞ്ചര്, സഞ്ചരതി, ചലിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് മീവ, മീവഹ യഹ സഞ്ചരതി, ആമീവ, ആന്ന് വെച്ചാൽ സർവദാ എല്ലായ്പ്പോഴും, എല്ലായ്പ്പോഴും ലോകേ സഞ്ചരതി, രുദ്രഗണാഃ ലോകേ സർവത്ര സർവദാ സഞ്ചരന്തി. രുദ്രഗണാഃ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, അതുകൊണ്ട് സഞ്ചരന്തി. ലോകേ ലോകത്തിൽ, സർവദാ സർവത്ര, സർവദാ എല്ലായ്പ്പോഴും, സർവത്ര സർവത്ര എല്ലായിടത്തും, പ്രപഞ്ചത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഈ രുദ്രഗണങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന, സഞ്ചരന്തി. എന്തിനു വേണ്ടിയിട്ട്? ശത്രുനാശനാർത്ഥം, ദുർജനനാശനാർത്ഥം, ശിഷ്ടരക്ഷണാർത്ഥം, ഭക്താനാം രക്ഷണാർത്ഥം, ഭക്തന്മാരുടെ രക്ഷണയ്ക്കായി, രക്ഷണത്തിനും സംരക്ഷണത്തിനും, ദുഷ്ടന്മാരുടെ സംഹാരാർത്ഥം, സംഹരിക്കുന്നതിനുമായിട്ട്, രുദ്രഗണാഃ പ്രപഞ്ചേ, രുദ്രഗണങ്ങൾ പ്രപഞ്ചത്തിൽ, സർവത്ര എല്ലായിടത്തും, സർവദാ എല്ലായ്പ്പോഴും, സഞ്ചരന്തി. ഇതാണ് അതിൻ്റെ അർത്ഥം. ആമീവത് ക, എല്ലായ്പ്പോഴും എല്ലായിടത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ ആരെ? രുദ്രഗണങ്ങൾ. ഇതിനു മുമ്പ് കണ്ട ഒരു ഈ ആദ്യം പറഞ്ഞത്, അത് സമന്താത് വിജൃംഭമാണഹ എന്ന് പറഞ്ഞു. അതായത് എല്ലായ്പ്പോഴും വായം പൊളിച്ച് ശത്രുക്കളെ വിഴുങ്ങുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ അത് നശിപ്പിക്കുന്നതിനായിട്ട്, ഭക്താനം രക്ഷണാർത്ഥം എന്ന ഒരർത്ഥം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞ് കാണുന്നു. ശരി തന്നെയാണത്. കാരണം ഇവിടെ സർവത്ര സർവദാ പ്രപഞ്ചേ രുദ്രഗണാഃ ഭക്താനം രക്ഷണാർത്ഥം, അഭക്താനം അധർമ്മിഷ്ഠാനാം ശിക്ഷണാർത്ഥം, സംഹാരാർത്ഥം, സർവദാ വിജൃംഭമാണഃ തിഷ്ഠന്തി, എല്ലായ്പ്പോഴും വാ വിളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു എന്നർത്ഥം. എന്നൊരു ശത്രുനാശത്തിനായിട്ട്. തസ്മൈ രുദ്രായ നമഃ, തസ്മൈ രുദ്രഗണായ നമഃ, ആ രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. ദേവാനാകും ഹൃദയേഭ്യഃ, ദേവന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവരും ആയ അവർക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ നമ ആമീവത് കേഭ്യഃ, ആമീവത് കഹ എന്ന് പറഞ്ഞെങ്കിൽ പ്രപഞ്ചേ സർവദാ സർവത്ര യഹ സഞ്ചരന്തി, ആര് സഞ്ചരിക്കുന്നുവോ, എന്തിനായിട്ട്? ഭക്താനം രക്ഷണാർത്ഥം, അഭക്താനം അധർമ്മിഷ്ഠാനാം ശിക്ഷണാർത്ഥം, പീഡനാർത്ഥം, സംഹാരാർത്ഥം, സംഹരിക്കുന്നതിനായിട്ട്, ദുഷ്ടന്മാരെ സംഹരിക്കുന്നതിനായിട്ട്, ഭക്തന്മാരുടെ സജ്ജനങ്ങളുടെ രക്ഷയ്ക്കായിക്കൊണ്ട്, സർവത്ര സർവദാ ഈ രുദ്രഗണങ്ങൾ പ്രപഞ്ചത്തിൽ മുഴുവനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രുദ്രഗണായ ആ രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. അതാണ് ആമീവത് കേഭ്യഃ, ആമീവത് കഹ, എല്ലായ്പ്പോഴും, മീവഹ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കാമൂ എന്നർത്ഥം. ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇത് ദുഷ്ടന്മാരെ ശിക്ഷിക്കാനായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർക്കായിക്കൊണ്ട്, രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട്
നമസ്കാരം. ആ രുദ്രഗണം എങ്ങനെയാണ്? ദേവാനാം ഹൃദയേഭ്യ, ദേവന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്നവരും അതുപോലെ തന്നെ ആമീവത്കഹ ആയിട്ടുള്ളവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരും, എല്ലായിടത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതുമായ രുദ്രഗണങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. നമ ആമീവത്കേഭ്യ. ഇനി ഈ മന്ത്രത്തിൻ്റെ പുരസ്ചരണ മന്ത്രസിദ്ധി ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് പരാഗം ചരിത്വ. പരാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ദിവസത്തെ ഉപവാസമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് രാത്രിയും പകലും 12 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് ഇതെന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? 40 സഹസ്രം ജപേത്. 40 സഹസ്രം, 40 സഹസ്രം, 40,000 തവണ നിരന്തര ജപം. 12 ദിവസത്തെ ഉപവാസം. ഈ 12 ദിവസത്തെ ഉപവാസത്തോട് കൂടിയ നിരന്തര ജപം കൊണ്ട് 40,000 തവണ ഇത് ജപിക്കാവുന്നതാണ്. കാരണം ഈ 5 മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ. നമോ വാക്കിരികേഭ്യോ ദേവാനാഗം ഹൃദയേഭ്യോ നമോ വീക്ഷിണകേഭ്യോ നമോ വിജനക്കേഭ്യോ നമ ആനഹതേഭ്യോ നമ ആമീവത്കേഭ്യ. ഇതാണ് മന്ത്രം. ഇത് 40,000 12 ദിവസം കൊണ്ട് ജപം ചെയ്യാവുന്നതാണ്. പരിപൂർണ്ണ ശ്രദ്ധയോടെ ജപം വേണം. ഈ 12 ദിവസം ഉപവാസം അനുഷ്ഠിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു നേരം പാലോ എന്തെങ്കിലും ജീവൻ നിലനിർത്തുന്നതിനായിട്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല. മറ്റുള്ള നിത്യ ദിനചര്യകൾ ചെയ്യുന്നതിനും തടസ്സമൊന്നുമില്ല. പക്ഷേ ഉപവാസം അനുഷ്ഠിച്ച് രാത്രിയും പകലും ഉപവാസം അനുഷ്ഠിച്ച് നിരന്തര ജപം ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ മന്ത്രസിദ്ധി ലഭിക്കുന്നതാണ്. മന്ത്രസിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുന്നതാണ്? മന്ത്രസിദ്ധി ലഭിച്ചുകൾ ഈ മന്ത്രം എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് എന്ന്. ഒന്ന്, സമ്പത്ത് ലഭിക്കുന്നതിനായിട്ട്. അത് ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഭട്ടഭാസ്കരൻ പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രം സിദ്ധി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് എന്ത് നേടണമോ അതെല്ലാം നേടാവുന്നതാണെന്നുള്ളതാണ്. കാമ്യ വസ്തുക്കൾ മുഴുവനും തന്നെ നമുക്ക് നേടാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഹോമം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മൾ 40,000 തവണ കണ്ടിന്യൂസ് ആയിട്ട് ജപം ചെയ്തിട്ട് മന്ത്രസിദ്ധി നേടുക. അതിനുശേഷം ഇത് ജപം ചെയ്ത് അർഘ്യം വിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ, 1 സമ്പത്ത്, 2 ഇഷ്ടകന്യാലാഭം, ഇഷ്ടകന്യകയെ ലഭിക്കൽ ഭാര്യയായിട്ട്, പിന്നെ യക്ഷ രാക്ഷസ ഭൂത പ്രേത പിശാചാതയോ ദൃശ്യാനുവശ്യ എന്ന് പറഞ്ഞെങ്കിൽ യക്ഷ രാക്ഷസ ഭൂതപ്രേത പിശാചുക്കളെ കാണാനും അവയെ വശീകരിക്കാനും സാധിക്കുന്നതാണ് ഒന്നത്. പിന്നെ സമ്പത്ത്, പിന്നെ ഇഷ്ടകന്യാലാഭം, ഭാര്യയായിട്ട് ഇഷ്ടപ്പെട്ട സ്ത്രീയെ ലഭിക്കുക. പിന്നെയുള്ളത് സാർവഭൗമപുത്ര, സാർവഭൗമനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചക്രവർത്തിക്ക് തുല്യനായിട്ടുള്ള പുത്രലാഭം. പിന്നെ ശ്രീരുദ്ധൻ്റെ പ്രത്യക്ഷ ദർശനവും. ഇത്രയും കാര്യങ്ങളാണ് ഈ മന്ത്രസ്ഥിതി നേടിയതിനു ശേഷം നമുക്ക് ലഭിക്കാവുന്ന കാര്യങ്ങൾ. ഈ മന്ത്രസ്ഥിതി ലഭിച്ചു കഴിഞ്ഞാൽ ഇത് പ്രയോഗിച്ചാൽ ഇത്രയും പറഞ്ഞ സാധനങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ രുദ്രായ.